ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അബ്രാഹത്തിൻ്റെ വിളിയിൽ നിന്നുള്ള 2ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. 3ാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അബ്രാഹത്തെ ദൈവം എങ്ങനെയാണ് പരീക്ഷിച്ചത്, അല്ലെങ്കിൽ അബ്രാഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം അബ്രാഹത്തോട് എന്താണ് കൽപ്പിച്ചത്? നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. ടീച്ചർ അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിക്കാം. പേജ് നമ്പർ 17 ഏറ്റവും ലാസ്റ്റ് ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് അബ്രാഹത്തെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അപ്പോൾ അബ്രാഹത്തിനെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദൈവം ആവശ്യപ്പെട്ടത്. അബ്രാഹത്തിൻ്റെ അത്രയും പ്രായമായിരുന്ന അവസരത്തിൽ ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്. പക്ഷേ എന്താണ് അബ്രാഹത്തിനോട് ദൈവം ആവശ്യപ്പെടുന്നത്? ആ ഇസഹാക്കിനെ, അബ്രാഹാം അത്രയധികം സ്നേഹിക്കുന്ന ഏകപുത്രനായ ഇസഹാക്കിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ബലി അർപ്പിക്കണം, ദഹന ബലിയായി അർപ്പിക്കണം എന്ന് പറഞ്ഞു. മോറിയ ദേശത്തേക്ക് കൊണ്ടുപോയി ദഹന ബലിയായിട്ട് അർപ്പിക്കാൻ പറഞ്ഞു. അബ്രാഹത്തെ പരീക്ഷിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചത് ഈ കാര്യമാണ്. ഓക്കെ, ഒന്നുകൂടി പറയാനോ ടീച്ചർ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ദൈവം ആവശ്യപ്പെട്ടത്? നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൊണ്ട് എവിടെ പോകണം? മോറിയ ദേശത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ ദൈവം കാണിച്ചു തരുന്ന മലമുകളിൽ ഇസഹാക്കിനെ ദഹനബലിയായി അർപ്പിക്കണം. ഓക്കെ.